welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ 4 തരം എഗ് റെസിപ്പീസാണ് കാണിച്ചു തരാൻ പോകുന്നത്. 4 നല്ല അടിപൊളി ഐറ്റമാണ്. അതിലാദ്യത്തേത് ഷക്ഷുക്കയാണ്. ഷക്ഷുക്ക എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് ആഫ്രിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഷക്ഷുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം നോക്കിയിട്ട് വരാം. എല്ലാ റെസിപ്പീസിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഞാൻ റെസിപ്പിയുടെ തൊട്ട് മുന്നേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ നമുക്ക് ഷക്ഷുക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സവോള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, പോരാത്ത ഉപ്പ് നമുക്ക് പുറകെ ചേർക്കാം. ഇനി ഈ സവോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ഭാഗം ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് 3 കളർ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പല കളറിലെ ക്യാപ്സിക്കം ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മെയിൻ ഐറ്റമാണ് ജീരകത്തിൻ്റെ പൊടി. സാധാരണ നല്ല ജീരകം, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ പോരാത്ത ഉപ്പും കൂടെ ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് ഈ ടൊമാറ്റോ പ്യൂരി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടും, നല്ല സോഫ്റ്റായി കിട്ടും. അതുവരെ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മൂടി വയ്ക്കാനായിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. നമ്മൾ പൊടികളൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സവോളയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുന്നവരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് വെന്ത് കഴിയുമ്പോൾ തുറന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ മസാല കുറച്ച് ഒരല്പം ഒരു സ്പൂൺ കൊണ്ട് മാറ്റി ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് വേണം അതിനകത്തേക്ക് വേണം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. എന്നിട്ട് ഈ മുട്ട അതിൽ കിടന്ന് ബുൾസൈ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് ഒരു ഹാഫ് കുക്കായി വരണം. ബുൾസൈ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കില്ലല്ലോ, ഒത്തിരി നേരം വേവിച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒരല്പം എണ്ണ കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ ആ മുട്ട വെന്ത് കിട്ടും, ഹാഫ് കുക്കായി കിട്ടും. ഇപ്പം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഉപ്പും കുരുമുളകും മുകളിലിട്ട് കൊടുക്കുന്ന പോലെ, അതുപോലെ തന്നെ ഇതിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷക്ഷുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയത് നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് എഗ് പെപ്പർ മസാലയാണ്. ഇത് ചപ്പാത്തിയുടെ അതുപോലെ തന്നെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എഗ് പെപ്പർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങുമ്പോൾ വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയ്ക്കകത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരല്പം നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ ഈ സവോള പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ മൂടി വയ്ക്കുമ്പോഴേക്കും നമുക്ക് സമയം പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും, പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
സവോള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ സവോള നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഫാനിൻ്റെ അടിയിലെങ്ങാനും വെച്ചാൽ അത് പെട്ടെന്ന് ചൂട് അല്പം കുറഞ്ഞു കിട്ടും. അതിനുശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും ഇത് തീ കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊന്നുകൂടെ വാടി വരും. അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വാടി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുക, പിന്നെ അവസാനം ബാക്കി ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് പാല്, ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മുട്ട ചേർക്കേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് വറ്റി കുറുകി വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ മൂടി വയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് ആ ലെമൺ ജ്യൂസൊക്കെ മുട്ടയിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ എഗ് പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് എഗ് ബുർജിയാണ്. ഇത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഞാനൊരു അല്പം ചിക്കൻ കൂടെ ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഗ് ബുർജി എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം എഗ് ബുർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനകത്തേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജീരകമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് സവോള അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വാടി വരണം സവോളയും തക്കാളിയും എല്ലാം കൂടെ. അതിനുശേഷം ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പൊക്കെ ആദ്യം ചേർത്തുകൊണ്ട് നോക്കി വേണം, കുറച്ച് ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടകോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. അപ്പം മുട്ടയൊക്കെ നന്നായിട്ട് ചെറിയ പീസായിട്ട് വരുന്നവരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കി എടുക്കുക. എന്നിട്ട് മല്ലിയിലയോ പുതിനയിലയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുർജി റെഡി. ഇനി അടുത്തത് മുട്ട അവിയലാണ്. മുട്ട അവിയൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ചോറിനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മുട്ട അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് അവിയലിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജീരകമാണ്. സാധാരണ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരുംജീരകമാണ്. ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് അവിയലിന്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നമ്മൾ അവിയലിന് എടുക്കുന്ന പോലെ അധികം അരഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അവിയലിന് അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക. പിന്നെ മുരിങ്ങക്കോൽ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത്
നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ വെള്ളം ഒത്തിരി കൂടിപ്പോരുത്. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർത്താൽ മതിയാവും. വെന്ത് കഴിഞ്ഞാലും അവിയലൊന്ന് കുഴഞ്ഞിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കപ്പിനടുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇത് മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലും ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെള്ളം കുറച്ച് അതിനകത്ത് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ അരപ്പൊക്കെ ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് അവിയൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ കൂടുതൽ കുഴഞ്ഞിരിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിയലിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പോരാത്ത ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങും മുരിങ്ങക്കോലും ഒക്കെ വേവിക്കാനായിട്ട് ഉപ്പ് ചേർത്തിരുന്നു. അപ്പം കൂടിപ്പോകരുത്, ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. പോരെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കറക്റ്റ് അവിയലിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ടേസ്റ്റ്, ആ ഒരു അരപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പുഴുങ്ങിയ മുട്ട മുറിച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മുടെ അവിയലിൻ്റെ അരപ്പും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് മുട്ടയെല്ലാം കവറാകുന്ന രീതി വേണം ഈ ഒരു മസാല അരപ്പ് അതിൻ്റെ മുകളിലേക്ക് മൂടി വെക്കാനായിട്ട്. അതിനുശേഷം ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും അരപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം മുട്ടയിൽ പിടിക്കും. ഇത് കൂടുതൽ കുത്തി ഇളക്കാൻ പാടില്ല, അപ്പം മുട്ടയെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാ എഗ് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്